ഗാസ വൃത്തിയാക്കാൻ ഗസൽ ജനതയെ ജോർദാനിലും ഈജിപ്തിലും പുനരധിവസിപ്പിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. ഇരു രാജ്യങ്ങളും ട്രംപിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ തന്നെ നിലനിൽക്കും. അവർ അവിടെ നിന്നും എങ്ങോട്ടും മാറുന്നില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണ്. ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി വ്യക്തമാക്കി. പുനരധിവാസ നിർദ്ദേശം തള്ളിയ നിലപാട് ഉറച്ചതാണ്. നാം ആഗ്രഹിക്കുന്ന സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ അത് അത്യന്താപേക്ഷിതവുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ പ്രദേശത്തിനുള്ള പരിഹാരം ഫലസ്തീനിലാണ്. ജോർദാൻ ജോർദാനികൾക്കുള്ളതാണ്. ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീനികളെ സീനായിലേക്ക് മാറ്റുന്നതുൾപ്പെടെ ഒരു പരിഹാരത്തിനും ഈജിപ്തിന് ഭാഗമാകില്ല. വാഷിംഗ്ടണിലെ ഈജിപ്ഷ്യൻ അംബാസഡർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷമായാണ് ഫലസ്തീൻ ജനതയും പ്രതികരിച്ചത്. ഗസ, മുനമ്പ്, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയുൾപ്പെടെ ഫലസ്തീൻ ഭൂമിയുടെ ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഫലസ്തീൻ ജനതയും അവരുടെ നേതൃത്വവും നിരാകരിക്കുന്നു, ഫലസ്തീൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു. ഫലസ്തീൻ ജനത ഒരിക്കലും അവരുടെ ഭൂമിയോ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിക്കില്ല. 1948-ലും 1967-ലും ഉണ്ടായ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ജനങ്ങൾ ഉറച്ചു നിൽക്കും. അവരുടെ മാതൃരാജ്യം വിട്ടുപോകില്ല, പ്രസ്താവനയിൽ ഊന്നി പറയുന്നു. ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹമാസും രംഗത്തെത്തി. ഫാസിസ്റ്റ് ഇസ്രായേലി അധിനിവേശ സൈന്യം നടത്തിയ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശഹത്യയെ തലയുയർത്തി ഉറച്ചുനിന്ന് നേരിട്ടവരാണ് ഫലസ്തീൻ ജനത. അവരുടെ ഭൂമിയിൽ നിന്നും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ നാട് കടത്തുന്നതിനോ ഉള്ള ഏതൊരു പദ്ധതിയെയും ഞങ്ങൾ പൂർണ്ണമായി നിരസിക്കുന്നു, ഹമാസ് പ്രതികരിച്ചു. ഇസ്രായേലിന്റെ ഗൂഢലക്ഷ്യങ്ങൾക്ക് കരുത്ത് പകർന്നതും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് സ്വാതന്ത്ര്യ ഇച്ഛാശക്തിക്കും വിരുദ്ധമായ ഈ നിർദ്ദേശങ്ങൾ ഉപേക്ഷിക്കണം, ഹമാസ് US ഭരണകൂടത്ത് ആവശ്യപ്പെട്ടു. ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും ജെറുസലേം തലസ്ഥാനമായി അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുന്നതിനുമായി പ്രവർത്തിക്കും, ഹമാസ് ട്രംപിനോട് പറഞ്ഞു. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമനെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം സമർപ്പിച്ചത്. ഒപ്പം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിക്ക് മുമ്പാകെയും ഇതേ നിർദ്ദേശം ഉന്നയിച്ചു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല, അഭയാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുമുണ്ട്. ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും ചെയ്തു.